ഗീത മാറില്ലേ? നമുക്ക് ഫോറിനിൽ പോയിട്ട് കലക്കണം. മാധവൻ ചേട്ടാ, എനിക്കത് ചേരുന്നുണ്ടോ? ഹായ്, ഉഗ്രനായിണ്ടല്ലേ. നീ ഒന്ന് തിരിഞ്ഞേ. ചന്തിയുടെ അവിടെ ഇത്തിരി ടൈറ്റ് കൂടിയാ. സാരല്ല, നീ കുനിയുമ്പോ സൂക്ഷിച്ചോളട്ടാ. രവി, ഡബിൾ നോട്ട് കിട്ടാൻ നിനക്കറിയാമോ? ഇപ്പഴെന്തിനാ കിട്ടുന്നത്? ഫ്ലൈറ്റിൽ ഞാനിതായിരുന്നത്. വേണ്ട, ഫ്ലൈറ്റിൽ സാധാരണ വേഷമൊക്കെ മതി. പ്രോഗ്രാമിന് പോകുമ്പോഴാണ് നമ്മളുടെ ഈ വേഷമൊക്കെ. അപ്പൊ നാളെ ഈ നേരത്ത് നമ്മൾ വിമാനത്തില്. തത്തിര് ഇങ്ങനെ. അത് ഇതെന്തുള്ളതെന്ന് എനിക്കറിയാ. ഇതിന്റെ മുകളിൽ ആഹാരം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ തിന്നണത്. മക്കളത് വരണ്ടല്ല. ഇവിടെ വെച്ചോളാം. കൈകൊണ്ട് തിന്നാൻ പാടില്ല. ആ കത്തി പോക്കൂടി വെച്ചോണം തിന്നാൻ. അല്ലെങ്കിൽ നമ്മൾ വല്ല അലവലാധികം മറ്റുള്ളവർ വിചാരിക്കില്ലേ? എനിക്ക് ബാത്റൂമിലൊന്നും പോണം. എന്താ ഇത് പിടിച്ചാ ഞാൻ നോക്കിട്ട് വരാം. സാറേ, ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? പിന്നിലാ. എവിടേക്ക് ഓടണം? സായിപ്പേ, യു ജപ്പാൻ, ഐ ഇന്ത്യ. എന്താ വേണ്ടത്? സാർ മലയാളിയാണ്. അതെ. ആശ്വാസായി. അല്ല പക്ഷേ, പിന്നെ ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? വരും. ഇതാണ്. നല്ല സ്ഥലം. കയറിക്കോളൂ. എനിക്കല്ല, പിന്നെ ഞങ്ങളുടെ കൂടെ 2 പെങ്കിടാങ്ങളുണ്ടേ. നീ എവിടെ പോകുന്നു? ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഹോങ്കോങ്ങിലേക്കാ. അല്ല, സാറിന്റെ നാളെ എവിടെയാ? നാടെന്ന് പറഞ്ഞാൽ 10-30 വർഷമായിട്ട് ജപ്പാനിലാണ്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം. ഞാൻ ആ ക്രാങ്ങളെ ഇങ്ങോട്ട് വിട്ടിട്ട് വേഗം വരാട്ടോ. എടാ, എന്തിനാടാ ഇത് എടുക്കുന്നത്? നമുക്കിത് പൊക്കാവിടാ. എടാ, അവരറിഞ്ഞ കുഴപ്പമാടാ. നീ ചുമരടാ. Your attention please. All passengers kindly fasten your seat belts. Within few minutes we are landing at the Hong Kong International Airport. സാറിപ്പോ ജപ്പാനിലേക്കെന്നല്ലേ പറഞ്ഞേ? അതെ. പിന്നെ നിരപ്പോ ഹോങ്കോങ്ങിൽ ഇറങ്ങി? ഞാനൊരു ട്രാൻസിറ്റ് പാസഞ്ചറാണ്. നമ്മൾ വന്ന വിമാനത്തിൽ തന്നെ ഞാൻ ടോക്കിയോയിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ജപ്പാനിൽ വന്നാൽ സാറിനെ അവിടെ കാണാം. എന്റെ കാർഡ്. എന്റെ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു. ശരി, ഞാൻ വരട്ടെ. എനിക്ക് നമ്പ്യാർ, ടോക്കിയോ. പിന്നെന്താടാ കണ്ണു തെളിയിലട ശരി. നിന്റെ വയറ്റ് കിടക്കാൻ ലഹരിയൊക്കെ ഒന്ന് അടങ്ങട്ടെ. എങ്ങനെ കാട്ടിയത് കയ്യെ കിട്ടി അടിച്ച് കോൺഫിറ്റ് നടക്കും. നടക്ക.
നല്ല പണിയാണ് ചെയ്തത്. എല്ലാവരും പോയി, ഞങ്ങൾ അവിടെ തനിച്ചാക്കിയിട്ട്. അല്ലാതെ എന്ത് ചെയ്യും? നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സും ഡ്രസ്സുപെട്ടി എല്ലാം വണ്ടി കയറ്റണ്ടേ? ഇവിടെ പോർട്ടർമാരില്ല, നമ്മൾ തന്നെ കയറ്റണം. ആ തള്ളിക്കോ. ആ വെള്ളം. എന്തൊരു മനോഹാരിത! ഒന്ന് മാറിക്കടാ. നീ എന്തിനുണ്ട ശരി വെറുതെ പെങ്കിടാവിനെ ബുദ്ധിമുട്ടിക്കണേ? വേറെ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഇരുന്നൂടെ? ഇവിടെ ഇരുന്ന് എന്താ കുഴപ്പം? കുഴി പോവും. താമോ നീ ഭാഷ വേടുന്നു. എന്താ ഗീതയ്ക്കൊട്ടും പ്ലാന്? വല്ല അസുഖോ? ഈ വിമാനത്തിൽ വല്ല തലകറക്കോ? തലകറങ്ങാൻ ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. അതെനിക്ക് കിട്ടുമെന്ന് വെച്ചാണല്ലോ. ആ, ഞാൻ കുടിക്കും, അതെന്റെ ഇഷ്ടമാ. അതുപോലെ ഈ കൂട്ടത്തിൽ എനിക്കിഷ്ടം ഗീതയെ. അതാ ഞാനിവിടെ വന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 നിർത്ത് വണ്ടി നിർത്ത്. ഇതൊന്ന് എണ്ണി തീർക്കട്ടെ. നീ ഉറങ്ങിയാണോ? നോക്കണ എത്ര നിലകളാണെന്ന്. രേഖ വിമാനത്തിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ് മുഴുവൻ തിന്നു. എനിക്ക് തന്നില്ലല്ലോ. എന്നാ ഞാനങ്ങനെയല്ല. രേഖയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഞാൻ തന്നില്ല. ഇതാ. Come out, please. Excuse me, I am Prasad. Could you give us a key, please? Hello, Mr. Shayale. I am Prasad. Fine. ബോംബെയിൽ നിന്ന് മിസ്റ്റർ കാന്തിലാൽ നിങ്ങളെ ഏൽപ്പിക്കാൻ ഒരു പാഴ്സൽ തന്നയച്ചിട്ടുണ്ട്. അതെ, ഞാനിപ്പോ മോർണിംഗ് ഫ്ലൈറ്റിൽ വന്നു. ഇപ്പോ ഹോങ്കോങ് എയർപോർട്ടിലാണ് സംസാരിക്കുന്നത്. എവിടെ? പീക്ക് റെസ്റ്റോറന്റോ? അറിയാം. എന്റെ പേയ്മെന്റ് വെൽ $200,000 അഗൻസ്റ്റ് ഡെലിവറി. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ. നമ്മളിങ്ങനെ കറങ്ങി നടന്നാൽ എവിടെ ചെന്നെത്തും? നമുക്ക് വല്ല ഷോപ്പിംഗ് സെന്ററിൽ പോകാം. വേണ്ട, ആദ്യം നമുക്ക് നാട് കാണാം. രവി, എനിക്ക് ഒരു ബാറ്റ് സീറ്റ് വാങ്ങി. എന്നോടാണ് പറയുന്നത്? ചിലവിലുള്ള കാശ് സാർ നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്? രാവിലെ ഒരു ബാഗ് തന്നല്ലേ? 555 എന്താ വില എന്നറിയാം? ഹോട്ടലിലെ പെങ്കിടങ്ങൾ നമുക്ക് അങ്ങോട്ട് എനിക്ക് ഒരു കാര്യം ചെയ്യും. അവിടെ ചെന്ന പെമ്പിൾ കടയിരുന്നു. എനിക്കിനി ഒരാടി നടക്കാൻ വയ്യ. ഡലക്ഷൻ, നീ വരുന്നോ? ഡോളർ എന്നിലുണ്ടാ. പട രവി, അവരെ വേറെ വിളിക്ക് പോട്ടെ. ഞാനുണ്ടാ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഒന്ന് മാറുന്നു മാഷെ, ഒന്ന് നിക്കണ. ഞാനുണ്ടാ നിങ്ങളുടെ കൂടെ. ശോക, ഈ ഹോങ്കോങ്ങിൽ തുണി എടുക്കാത്ത പെങ്കിടാങ്ങൾ മേലെ തിരുമണ സ്ഥലം എവിടെയാണ്ടാ? എന്തിനാ മാധവന് മേലെ തിരുമിക്കണോ? എനിക്ക് കിളിയാവും. നീ തിരുമിച്ചോ, എനിക്ക് കണ്ടാ മതി. ഇല്ലേ, കാണുന്നില്ലേ? അതാണ് മെസ്സേജ് പാർലർ. താൻ കേറിക്കോ അത്തോട്ട്. പെങ്കിടാങ്ങളോട് പറഞ്ഞു നീ ആകെ മാറ്റിക്കോ. താൻ കേറിക്കണോ?
എവിടെയായിരുന്നു നിങ്ങൾ? ഞങ്ങൾ പല വഴിക്കായി പോയി സാർ. ആദ്യം ഇവരാ തെറ്റിച്ചത്, കൂടെ നടക്കാതെ. ആരുടെ കൂടെ? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പാടില്ലായിരുന്നു. ഏയ്, ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റമുണ്ട്. ഹോങ്കോങ് മലയാളി അസോസിയേഷൻ ആണ് നമ്മെ ബുക്ക് ചെയ്തത്. അവർക്ക് ഗവർണർ ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധം. എന്നാൽ അദ്ദേഹം ടൂർ കഴിഞ്ഞ് വരാൻ ഒരാഴ്ചയാകും. അല്ല സാറേ, അപ്പൊ അതുവരെ നമ്മൾ എന്തുട്ടാ ചെയ്യാ? ജപ്പാനിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോ ഇവരുടെ പ്രോഗ്രാം നടത്തി കൊടുക്കാം. മറ്റന്നാൾ 12 മണിക്കാണ് ടോക്കിയോ ഫ്ലൈറ്റ്. നിങ്ങൾ നാളെ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് മുമ്പ് റെഡി ആയിരിക്കണം. ശരി. അല്ല, നിങ്ങൾ ശാപ്പാട് പോലും കഴിച്ചോ? ഓ, ഇപ്പഴാ അന്വേഷിക്കുന്നത്. ഞങ്ങളിവിടെ തനിച്ചാക്കി ടൂർ ചുറ്റാൻ പോയപ്പോ ഓർത്തില്ലല്ലോ. അത് കൊള്ളാം. പെണ്ണുങ്ങളെ കാണിക്കാൻ കൊള്ളാവുന്ന സ്ഥലത്താണ് നമ്മൾ പോയത്. എന്നുവെച്ചാൽ ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ, നമ്മുടെ പ്രോഗ്രാം മാറ്റി. മറ്റന്നാ രാത്രി 10 മണിക്കൊരു ഫ്ലൈറ്റ്. നിങ്ങളെ ഞാൻ കൊണ്ടുപോയി കാണിക്കാലോ. താൻ തടിച്ചു വിഷമിക്കണ്ട, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാം. ഏതായാലും പരിപാടി മാറ്റിവെച്ചു. പിന്നെ എന്തിനാ ഈ കോട്ടും സൂട്ടും പെട്ടി വെച്ചിരിക്കുന്നത്? അതൊക്കെ ഒന്ന് ഇട്ടു നോക്കണ്ട. അത് ശരിയാ. നാളത്തെ നമ്മൾ ഇറക്കം സ്റ്റൈലിലായിരിക്കും, ജോളിയായിട്ട്. ഏറ്റു, നാളെ നമുക്ക് ഈ ഹോഗോഗോ ഒരു കലക്കണം. ഹായ്. ഹായ്. Are you ready? Yeah. Come on. Thanks and nice order. You sit down. Thank you. ഇത് 5 ഉള്ളൂ. നിങ്ങളുടെ കയ്യിലെ 7 പാക്കറ്റ് തന്നയച്ചെന്നാണല്ലോ അവരെന്നെ അറിയിച്ച്. ഇതേ തന്നയച്ചുള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ല. ചിലപ്പോൾ അവർക്ക് തെറ്റിയതാവും. ശരി. എണ്ണി നോക്കൂ. അവരെ പോലെ നിങ്ങൾക്കും തെറ്റരുത്. ശരിയാണ്. You may go. See you. നിങ്ങളെന്താ നോക്കിയിരിക്കുന്നു? നടക്കുന്നേ. അശോകൻ ചെവി വന്നിട്ടില്ലടാ. വരാത്തവർ വരണ്ട, നമുക്കിന്ന് പോകാം. വാ. ദിവരിലൊരു വല്ലരും കൂടെ വേണ്ട. അതും ശരിയാണ്. ഇങ്ങനെ വന്നേ. വാ. ഇതാണ് ടോക്കിയോ ടവർ. ഇനി നീ പറഞ്ഞിട്ട് വേണം ഞങ്ങളത് മനസ്സിലാക്കാൻ. ഇപ്പൊ പറഞ്ഞ കുഴപ്പമായ നീ കൂടുതൽ വാചകം നടിക്കണ്ട. തൃശ്ശൂർ പൂരത്തിനേക്കാളും ഭയങ്കര കൂട്ടമുള്ള ഇഷ്ട.
ദേ കൂട്ടം തെറ്റിട്ടാ കയ്യെ പിടിച്ച് വന്നോളൂ. വാ 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 വാ. Everything okay. You have done a wonderful job, Mr. Prasad. Thank you. Now you see this. Blue Jagger. Yeah? You want some? How many carat? 100 stones, about 85 carats. What price you offer? Price for Blue Jagger. You bring the stone. I will give you good price. Okay, I will bring them. Yes. എനിക്ക് ഹോങ്കോങ്ങിൽ വെച്ച സംശയം ഉണ്ടായിരുന്നു. എന്തിന്? ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന പ്രോഗ്രാമിനല്ലെന്ന്, പിന്നെ? കള്ളക്കടത്തിന് കൂട്ടുനിൽക്കാൻ. ഒന്നും അറിയാത്ത പാവം 2 പെൺകുട്ടികളെ കൂടെ നിങ്ങൾ അതിന് ഉപയോഗിച്ചു. പിടിക്കപ്പെട്ട ശിക്ഷ അനുഭവിക്കണം ഞങ്ങളല്ലേ? താൻ കുടിച്ചിട്ടുണ്ടോ? മാറ. ഇല്ല. ഇതിന് സമാധാനം പറയാൻ നിങ്ങളെ വിടില്ല. എന്താണ് നിങ്ങളുടെ കയ്യിൽ? മാറി നിൽക്കല്ല പറഞ്ഞു. Don't move now. I say not to move. എന്തുണ്ട് സാർ ഈ തോക്കൊക്കെ? നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പറയാം. ഇവിടെ ഒരു പ്രോഗ്രാമും നിങ്ങൾക്ക് വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും 2 ദിവസം കൂടി നിങ്ങൾ ഇവിടെ താമസിക്കണം. അത് കഴിഞ്ഞേ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റൂ. അതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും പോലീസിൽ പരാതിപ്പെട്ടാൽ അകപ്പെടുന്നത് നിങ്ങളായിരിക്കും. എന്തിന്? ലക്ഷങ്ങൾ വില വരുന്ന രക്തക്കല്ലുകൾ കടത്തിക്കൊണ്ടുവന്നതിന് നിങ്ങൾ പിടിക്കപ്പെടും. ഓർത്തോളൂ.